പറയണ്ടേ? അങ്ങനെ പറയരുത്, ഞാൻ തന്നെ പറഞ്ഞോളൂ. ഇത് പറയാൻ പോകുന്നത് ആദ്യം കണ്ട സിനിമ. ആദ്യമായി പോയി പോട്ടെ. ഇതിനെ പറ്റി റിവ്യൂ പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ഈ റിവ്യൂ ഞാൻ ചെയ്യുന്നത് കിടിലം പടം. പോട്ടെ, ഇത് കട്ട്. കുറേ ചിരിക്കാനുണ്ടെന്നുള്ള പോയിന്റ് നേരത്തെ പറഞ്ഞല്ലേ, അത് പോട്ടെ. അപ്പോൾ കട്ടടിച്ച ഇതിൻ്റെ ആദ്യത്തെ സിനിമ റിവ്യൂ ആണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ വീഡിയോയിൽ വന്നിരുന്നിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്താൽ എല്ലാവരും കൂടി പറഞ്ഞ് എന്തായാലും 100-150 കൊടുത്തിട്ട് ആദ്യത്തെ ദിവസം പോയി സിനിമ കാണുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ എനിക്ക് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ട സിനിമ ബത്ലഹേം കുടുംബ യൂണിറ്റാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആലോചിക്കുന്നു കട്ട്. ആദ്യത്തെ വീഡിയോ ആണുള്ള പ്രശ്നമാണ്, ഒന്നും വിചാരിക്കേണ്ട. ബത്ലഹേം കുടുംബ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിവിൻ പോളിയും അമിതാ ബൈജു തുടങ്ങിയവർ അഭിനയിച്ചിരുന്ന ഈ ഓണത്ത് ഇറങ്ങിയ ഏറ്റവും നല്ലൊരു സിനിമകളിലൊന്നാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. നമുക്കിപ്പം മനസ്സിലെന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ സമാധാനത്തിൽ പോയിരുന്ന് ചിരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ് ഈ പടം എന്ന് പറയുന്നത്. ഗിരീഷ് ഷെഡിയുടെ മറ്റേ ഭവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്ത പടം. നിവിൻ പോളി ആസ് യൂഷ്വൽ അയാളുടെ ഒരു സേഫ് സോൺ പരിപാടിയാണിത്. സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ നിവിൻ പോളി ചാർജ് ആകുമല്ലോ. ചാർജായ നിവിൻ പോളി പിടിച്ചാൽ കിട്ടില്ലാന്നല്ലോ, അതയാൾ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ അമിതാ ബൈജുവിൻ്റെ റൊമാൻസ് പോർഷനൊക്കെ ചുമ്മാ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. കാരണം ചില ബ്ലഷിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ. പിന്നെ വന്നല്ലോ ഈ മറ്റേ സംഗീതം, സുരേഷ് കൃഷ്ണൻ, ഇവരൊക്കെ പിന്നെ ചില സിനിമകളുടെ റെഫറൻസൊക്കെ, അതൊക്കെ തിയേറ്ററിൽ ഭയങ്കര ചിരി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു. നല്ല സിനിമ വെച്ചാൽ ഇപ്പം നമുക്ക് ചില സിനിമ കണ്ട നമ്മളറിയില്ലേ മനസ്സ് നിറഞ്ഞൊരു അനുഭവം എന്നൊക്കെ ഉള്ള ആ അനുഭവം ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. അടിപൊളി പടം, മസ്റ്റ് വാച്ച്. അടിപൊളി പടം എന്ന് വെച്ചാൽ സൂപ്പർ പടം.